മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചിട്ട് നാളെ ഒരാഴ്ച തികയുന്നു. അദ്ദേഹമില്ലാത്ത ഒരാഴ്ച. ഈ ഒരാഴ്ച സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വി.എസിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. പക്ഷേ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തേത്, വി.എസിൻ്റെ വിലാപയാത്രയോട് അനുബന്ധിച്ച് അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയ വിലാപയാത്ര കവറേജ്. വി.എസ്. അച്യുതാനന്ദൻ്റെ മക്കളായ ഡോക്ടർ അരുൺകുമാറിൻ്റെയും ഡോക്ടർ ആശയുടെയും പിതൃഭക്തി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും വി.എസ്. അച്യുതാനന്ദൻ്റെ വിലാപയാത്രയും തമ്മിലുള്ള കമ്പാരിസൺ, ഏറ്റവും ഒടുവിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ചാനൽ ചർച്ചകൾ പൊടി പൊടിക്കുകയാണ്. പുന്നപ്പുറ സമരവും അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ നടന്ന പോരാട്ടങ്ങളും അടക്കം അദ്ദേഹം രാഷ്ട്രീയമായി നേതൃത്വം കൊടുത്ത നിരവധി സമരങ്ങളുണ്ട്. കൊക്കക്കോള പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെ ജീവിതകാലം മുഴുവൻ സമരങ്ങൾ നയിച്ച മനുഷ്യനാണ്. ഇടമലയാർ അഴിമതി കേസ് പോലെ നിരവധി അഴിമതി കേസുകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും അതിൽ പങ്കാളികളായവരെ ശിക്ഷിക്കുവാൻ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. നിരവധി സ്ത്രീ പീഡന കേസുകളിൽ ഇരകൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി. ഇതൊക്കെ ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാവാം ആളുകൾ വി.എസ്. അച്യുതാനന്ദനെ ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങളിൽ കെട്ടിയിട്ട് ഒതുക്കുവാൻ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിസ്സാര കാര്യങ്ങൾ എന്ന് പറയുന്നതാവും ശരി. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം തന്നെ ഒന്ന് പരിശോധിക്കാം. വി.എസ്. അച്യുതാനന്ദനെ ഒരു ഇരയായി ഒതുക്കി ചിത്രീകരിക്കുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കുത്തിപ്പൊക്കിയവർ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, അദ്ദേഹം ഒരു ഇരയല്ല, അദ്ദേഹം വിജയിയാണ്. നേരത്തെ സൂചിപ്പിച്ച എല്ലാ സമരങ്ങളിലും എല്ലാ പോരാട്ടങ്ങളിലും വിജയം വരിച്ച ഒരു ധീര യോദ്ധാവാണ്, യഥാർത്ഥ വിപ്ലവകാരി. അങ്ങനെയുള്ള ഒരാൾ ഏതോ ഒരു കൊച്ചു പെൺകുട്ടി ഏതോ ഒരു പാർട്ടി പരിപാടിക്കിടയിൽ മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുവെന്ന് നിങ്ങൾ പറയുന്ന ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ കുലുങ്ങുമോ? അങ്ങനെ കുലുങ്ങി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ച സമരങ്ങളുടെ ചരിത്രം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം കടന്നുപോയ നൂറ്റാണ്ട്, പോരടിച്ച പ്രതിബന്ധങ്ങൾ എന്നിവ എത്രമാത്രം തീക്ഷ്ണമായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഒരിക്കലും നിസ്സാരമായ അളവുകോലുകൾ കൊണ്ടുവന്ന് ആ മഹാമേരുവിനെ അളക്കുവാൻ നിങ്ങൾ ഒരുമ്പെടുകയില്ല. ഇരയും പോരാളിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും.